മഴ തോരും മുൻപേയുടെ വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയും സ്റ്റാൻലിയും മാമച്ചായനും ഗ്രേസമ്മയ്ക്കും വാക്കുകൊടുത്തു പോരുകയായിരുന്നു. തിരിച്ചുള്ള യാത്രയിലും അവർക്ക് പറയാനുണ്ടായത് റാണിമോളുടെ കുഞ്ഞിനെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന ചിന്ത മാത്രമായിരുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നതും അതിനെക്കുറിച്ച് തന്നെയാണ്. അലീന സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, പപ്പ, നമ്മൾ ഏത് വഴിക്കാണ് ആ കുഞ്ഞിനെ തിരഞ്ഞു പോകേണ്ടത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ എന്നെയും കൂടി ടെൻഷൻ അടിപ്പിച്ചാലോ? നീ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ തന്നെയല്ലേ ഞാൻ ഈ മുന്നോട്ട് കാലെടുത്ത് വെച്ചത്. മാമച്ചായനും ഗ്രേസമ്മയ്ക്കും വാക്കും കൊടുത്തത്. എല്ലാതും ഭംഗിയായി തന്നെ നടക്കുന്നേ. നീ സമാധാനമായിട്ടിരിക്കേ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ചാച്ചനുണ്ടല്ലോ, നമുക്ക് ചാച്ചനെ തന്നെ ഒന്ന് പിടിക്കാം. ആദ്യം നല്ല രീതിക്ക് സംസാരിക്കാം. എന്നിട്ടും കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഒന്ന് വിരട്ടി നോക്കാം. അല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നൊക്കെ സ്റ്റാൻലി തമാശയ്ക്ക് എന്നെ പറയുകയാണ്. അവരുടെ യാത്ര ചെന്നവസാനിക്കുന്നത് സ്റ്റാൻലിയുടെ വീടിൻ്റെ മുൻപിൽ തന്നെയാണ്. ചെന്നിറങ്ങിയതും അലീന ബാഗുമൊക്കെ എടുത്ത് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇവർ വന്ന കാറിൻ്റെ ശബ്ദം കേട്ടിട്ട് പൗലോച്ചായനും ആൻ്റപ്പനുമൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അലീനയോട് അവർ ചോദിക്കുന്നുണ്ട്, ഇത്രയും വൈകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. നിങ്ങൾ വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ വന്നതെന്ന്. അലീന പറയുന്നുണ്ട്, ഒന്നും കഴിക്കാൻ നിന്നില്ല, ഹോട്ടലിലൊന്നും കയറാനും നിന്നില്ല. ഉച്ചയ്ക്ക് നല്ല അസൽ ഫുഡ് മാമച്ചായൻ്റെയും ഗ്രേസമ്മാൻ്റിയുടെയും വകയായിരുന്നു. അതും കഴിച്ച് നേരെ ഞങ്ങൾ ഇങ്ങ് പോരുമായിരുന്നു. അതൊക്കെ ദഹിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും വിഷമിക്കണ്ട ആൻ്റപ്പേട്ട, നമുക്ക് ഉടനെ തന്നെ ഒരു ചപ്പാത്തിയും ഒരു കുറുമക്കറിയൊക്കെ തയ്യാറാക്കാം. അതിനിപ്പോൾ ഇത്ര പേർക്ക് സമയം വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, അയ്യോ കുഞ്ഞിനിപ്പോൾ കിച്ചണിലൊന്നും കയറാൻ നിൽക്കണ്ട, അവിടെ ചപ്പാത്തി ഇരിപ്പുണ്ട്, എന്തെങ്കിലും കറിയല്ലേ, അത് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് തട്ടിക്കൂട്ടി എത്തിച്ചേക്കാം. രണ്ടാളും പോയി ഫ്രഷായി വരുമ്പോഴേക്കും വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ടേബിളിൽ റെഡി ആയിട്ടുണ്ടാവും. അതും കഴിച്ച് സുഖമായി പോയി കിടന്നുറങ്ങുകയും ചെയ്യാലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ അതും കേട്ട് അലീന അകത്തേക്ക് പോവുകയാണ്. ആൻ്റപ്പൻ സ്റ്റാൻലിയുടെ അരികിലേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ഇത്രയും വൈകി? ഞങ്ങൾ ഇത്രയും വൈകിയപ്പോൾ അങ്ങ് വിളിക്കാൻ നിൽക്കുകയായിരുന്നു, ഗേറ്റ് പൂട്ടട്ടെ, ഇനി ഇന്നെങ്ങാനും വരുമോ എന്നൊക്കെ ചോദിക്കാനായിട്ട്. അതിനുള്ള മറുപടി നൽകുന്നതിന് മുമ്പായിട്ട് തന്നെ സ്റ്റാൻലി ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്, ആൻ്റപ്പൻ ഇന്ന് അവന്മാർക്കുള്ള ഭക്ഷണമൊക്കെ വൈകുന്നേരത്തത് കൊടുത്തു കഴിഞ്ഞതല്ലേന്ന്. ആൻ്റപ്പൻ അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതിപ്പോൾ പ്രത്യേകിച്ച് സാർ എന്നോട് പറഞ്ഞിട്ട് വേണോ? അവന്മാർക്കുള്ള ഫുഡ് കറക്റ്റ് 8:30 തന്നെ ഞാൻ കൊടുക്കുന്നു, സാറിന് അറിയാവുന്നതല്ലേന്ന്. സ്റ്റാൻലി പറയുന്നുണ്ട്, വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ, എൻ്റെ ഒരു സമാധാനത്തിന്. ഓ പിന്നെ എന്താണ് ആൻ്റപ്പൻ ചോദിച്ചത്? ഞങ്ങൾ ഇന്ന് എത്തുമോ ഇല്ലയോ എന്ന് അറിയാൻ വിളിക്കാൻ നിൽക്കുകയായിരുന്നു എന്ന്. ഞങ്ങൾ അല്പം വൈകിപ്പോയി. അവിടെ ചെന്നപ്പോൾ മാമച്ചായനും ഗ്രേസമ്മയ്ക്കും ഒരേ നിർബന്ധം, ഇന്നത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കണമെന്നും ഞാൻ ആദ്യമായി അവിടെ ചെന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവരെ വിഷമിപ്പിക്കേണ്ടെന്നും കരുതി, അതുകൊണ്ടാണ് ഒരല്പം വൈകിയതെന്ന്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അപ്പോൾ രോഹിത്തിനെ കൊണ്ടുപോയി ആക്കുകയാണോ ചെയ്തത്? ഏയ് അല്ലല്ല, രോഹിത്തിനെ കൂടി വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തില്ലായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അകത്തേക്ക് പോവുകയാണ്. സ്റ്റാൻലിയുടെ മുറിയിൽ പോയി ഫ്രഷപ്പ് ആവാനുള്ള ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട് സ്റ്റാൻലി. അത് കഴിഞ്ഞ് ഫ്രഷപ്പൊക്കെ ആയി വന്നതിന് ശേഷം സ്റ്റാൻലി തൻ്റെ ബോട്ടിൽ ബോക്സ് തുറക്കുകയാണ്. കറക്റ്റ് സമയത്താണ് അലീന കയറി വരുന്നത്. അലീന പറയുന്നുണ്ട്, പപ്പ ഇന്നതൊന്നും തൊടാൻ സമ്മതിക്കത്തില്ല, നമുക്ക് തമ്മിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാക്കാനുണ്ടെന്ന്. അലീനയോട് പപ്പ പറയുന്നുണ്ട്, എൻ്റെ മോളെ ഇന്ന് എന്തായാലും നടക്കത്തില്ല, എനിക്ക് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണമെന്ന്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, പപ്പയ്ക്ക് ഉറങ്ങാനിപ്പോൾ ഇത് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? കുറച്ച് ദിവസങ്ങളായിട്ട് അതൊക്കെ നമ്മൾ അവസാനിപ്പിച്ച് വരുന്ന ശീലങ്ങളല്ലേ പപ്പ, എന്തിനാ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എടി ഇന്നൊരു പെഗ്, അതിൽ കൂടുതൽ ഞാൻ എടുക്കത്തില്ലെന്ന്. ശരി ശരി, ആ ഒരു പെഗ് കഴിച്ചിട്ട് വേഗം വന്നേക്കണം. താഴെ പൗലോച്ചായൻ ഫുഡൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഞങ്ങളെല്ലാവരും കഴിക്കാതെ പപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയായിരിക്കും. പപ്പയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഞങ്ങളവിടെ പോസ്റ്റ് അടിച്ച് ഇരുത്തരുത് കേട്ടോ പപ്പ. അത് പറഞ്ഞുകൊണ്ട് അലീന താഴേക്ക് പോവുകയാണ്. സ്റ്റാൻലി പെട്ടെന്ന് തന്നെ അതിൽ നിന്നും തനിക്കുള്ളൊരു പെഗ്ഗുമായിട്ട് സ്റ്റാൻലി ബാൽക്കണിയിലേക്ക് നടക്കുന്നുണ്ട്. ബാൽക്കണിയിൽ ചെന്ന് നിന്ന് എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് സ്റ്റാൻലി. ഒരു പക്ഷേ
തന്നെക്കുറിച്ചും തൻ്റെ റാണിയെക്കുറിച്ചൊക്കെ തന്നെയായിരിക്കാം സ്റ്റാൻലിയുടെ ചിന്ത. തനിക്ക് അലീന ഒരു മകളുണ്ടെന്നറിഞ്ഞപ്പോൾ, അലീനയെ ചെന്ന് കണ്ടപ്പോൾ തനിക്കുണ്ടായ വികാരം അതിനേക്കാളേറെ ആയിരിക്കും താൻ പ്രസവിച്ചിട്ട ആ കുഞ്ഞിൻ്റെ മുഖം ആലോചിക്കുമ്പോൾ തൻ്റെ സഹോദരിയായ റാണിക്കുണ്ടാവുന്നത്. ഒരമ്മയെ സംബന്ധിച്ച് ആ പ്രസവ വേദന അവളിപ്പോഴും മറന്നിട്ടുണ്ടാവില്ല. ഏതൊരമ്മയും ആ വേദന മറക്കുന്നത് തൻ്റെ കുഞ്ഞിൻ്റെ മുഖവും കളിയും ചിരിയും കാണുമ്പോഴല്ലേ. എൻ്റെ സഹോദരിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു സ്റ്റാൻലി ചിന്തിക്കുകയായിരുന്നു, ഇത്രയൊക്കെ മനസ്സിന് കട്ടിയില്ലാത്തവളാണ് എൻ്റെ സഹോദരി. അതുകൊണ്ട് തന്നെയാണ് ആ മനസ്സ് വല്ലാതെ താളം തെറ്റിപ്പോയതും. എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക തന്നെ വേണം, മറ്റാരും ചെയ്തില്ലെങ്കിലും. ഒരുപക്ഷെ അന്നേ ഞാനിതിന് മുൻകൈയെടുത്ത് മുൻപിൽ നിന്നിരുന്നുവെങ്കിൽ അവളുടെ ആ വിവാഹം മുടക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. തനിക്ക് വന്ന ഒരനുഭവം മനസ്സിലായപ്പോൾ മാത്രമാണ് തൻ്റെ സഹോദരിയെയും തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത്രയും കാലങ്ങൾക്ക് ശേഷം എന്നൊക്കെ സ്റ്റാൻലി ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് താഴെ നിന്ന് അലീനയുടെ വിളി വീണ്ടും കേൾക്കുകയാണ്, പപ്പ ഇങ്ങ് ഇറങ്ങി വരാനായില്ലേ എന്ന്. ഉടനെ തന്നെ സ്റ്റാൻലി താഴേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഒരല്പം സമാധാനവും സ്വസ്ഥതയും ഒന്ന് തരുമോ? എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. എത്ര സമാധാനത്തോടു കൂടി ഇവിടെ കഴിഞ്ഞു പോയിരുന്ന ഞാനാ, വല്ലാത്തൊരു പൊല്ലാപ്പായി എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ചിരിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുകയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഇതൊക്കെ ഇപ്പം ആലോചിച്ചിട്ട് കാര്യമില്ല. എൻ്റെ അച്ഛൻ അന്ന് ഇവിടെ വന്ന് ചോദിച്ചപ്പോഴേ മുഖത്തടിച്ച പോലെ പറയാമായിരുന്നല്ലോ എനിക്കിനി ആ മകളെ വേണ്ടെന്ന്. എൻ്റെ അച്ഛനെ എന്നെ പൊന്നുപോലെ നോക്കുമായിരുന്നു. എന്തേ പറഞ്ഞില്ല? എന്നിട്ടിപ്പോൾ ശല്യമാണ് പോലും. അതെ, ഞാൻ ശല്യമായി തോന്നുന്നുണ്ടെങ്കിലേ ഉടനെ തന്നെ എൻ്റെ അച്ഛനെ വിളിച്ചേക്കണം. എൻ്റെ അച്ഛനെ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അതെ, ആ കൂട്ടിക്കൊണ്ടുപോക്ക് സ്വപ്നം കണ്ടു ഇവിടെ ഇരിക്കുക മാത്രമേ ഉള്ളൂ അലീന നീ. ഇനി എന്തായാലും ആ അച്ഛൻ്റെ മകൾ മാത്രമായിട്ട് ഇവിടെ നിന്നും ഒരു യാത്ര നിനക്കുണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടെന്ന് സ്റ്റാൻലിയും പറയുകയാണ്. അലീനയ്ക്ക് പെട്ടെന്നത് കേട്ടപ്പോൾ മനസ്സിനാകെ വിഷമം തോന്നി. തൻ്റെ പപ്പ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അലീനയ്ക്ക് അറിയാമെങ്കിലും ഇടയ്ക്കെപ്പോഴോ തൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരു ചിന്ത തന്നെയാണത്, ബാലചന്ദ്രൻ്റെ മകളായി ജനിച്ചില്ലല്ലോ എന്നത്. അലീനയുടെ ചിന്ത അവിടേക്ക് പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്, പെട്ടെന്ന് കഴിച്ചെഴുന്നേൽക്കാൻ നോക്ക്. എന്നോട് എന്തൊക്കെയോ സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞതല്ലേ. ഞാനിപ്പോൾ കഴിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് പോകും. നീ കഴിച്ച് ഉടനെ തന്നെ മുകളിലേക്ക് വന്നേക്കണം. എന്നിട്ടേ എനിക്ക് കിടന്നുറങ്ങാനുള്ളതാണെന്ന് സ്റ്റാൻലി പറയുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, പപ്പ പൊയ്ക്കോളൂ, ഞാൻ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വന്നോളാന്ന്. ഇത് കേൾക്കുന്ന പൗലോ ചായൻ പറയുന്നുണ്ട്, കിച്ചൺ ഒതുക്കി വെക്കാനേ ഞാൻ അവിടെയൊക്കെ ആരെയും ക്ഷണിക്കുന്നില്ല. ഞാൻ എല്ലാം മടക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇനി കഴിക്കുന്ന പാത്രങ്ങൾ കൂടി ഒന്ന് കഴുകി അവിടെ കമത്തി വെക്കണം, അത്ര തന്നെയെന്ന് പൗലോ ചായനും പറയുകയാണ്. അങ്ങനെ അവരുടെ വീട്ടിലെ കൊച്ചു വർത്താനങ്ങളും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് സ്റ്റാൻലി പറഞ്ഞതുപോലെ തന്നെ കയ്യും കഴുകി മുകളിലേക്ക് ബാൽക്കണിയിലേക്ക് പോവുകയാണ്. അലീനയും കിച്ചണിലേക്ക് കഴിച്ച പ്ലേറ്റുകളും കഴിച്ച ഭക്ഷണങ്ങളുടെ ബാക്കിയും എല്ലാം എടുത്ത് അവൾ കിച്ചണിൽ കൊണ്ടുപോയി ഒതുക്കിയൊക്കെ വെക്കുന്നുണ്ട്. പൗലോ ചായനപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, എല്ലാം കഴിഞ്ഞതാ കുഞ്ഞ് പോവാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. അലീന അങ്ങനെ പെട്ടെന്ന് തന്നെ പപ്പയുടെ അരികിലേക്ക് ചെല്ലാണ്. അലീനയെ കണ്ടതും സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്? നിനക്ക് റാണിമോളുടെ കുഞ്ഞിൻ്റെ കാര്യം തന്നെയല്ലേ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുകയാണ്, അത് മാത്രമല്ല പപ്പ, അത് തന്നെയാണ്. എങ്കിലും പപ്പ ഒന്ന് ചാച്ചനെ വിളിച്ചിട്ട് നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ പറയൂ. നമുക്കിത് വെച്ച് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് ചാച്ചനെ വിളിച്ച് ചാച്ചനോട് ഇവിടെ വരെ വരാൻ പറയണം. ചാച്ചനോട് സംസാരിച്ച് ഇതിനൊരു തീർപ്പുണ്ടാക്കണ്ടേ നമുക്ക്. അലീന പറയുന്നത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അതോർത്തത്. ഞാനത് മനസ്സുകൊണ്ട് വിചാരിച്ചു വെച്ചിരുന്ന കാര്യം തന്നെയാണ് ചാച്ചനെ ഇവിടെ വിളിച്ച് വരുത്തണമെന്നുള്ളത്. എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ഫോൺ എടുത്ത് ചാച്ചൻ്റെ നമ്പർ ഡയൽ ചെയ്യുകയാണ്. ചാച്ചൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാൻലിയുടെ കോള് വന്നപ്പോൾ തന്നെ ചാടിക്കേറി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എടാ ലാലിച്ച, നിങ്ങൾ എപ്പോഴാണ് എത്തിയത്?
നീ അവിടെ എത്തിയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനേ കിടക്കുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് വിളിച്ചേക്കണമെന്ന് വിചാരിച്ചതാ. നിന്നെയോ അലീന കൊച്ചിനെയോ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് നിൻ്റെ കോള് വന്നത്. അപ്പോൾ ചാച്ചൻ കിടന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലടാ, കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഒരു എഴുത്തുകുത്തുകളൊക്കെ നടത്തി വെക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കിടക്കാനായിട്ട്. ആ കിടക്കുന്നതിന് മുമ്പ് നിന്നെ വിളിക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് പറയുകയാണ്. ഓ, ഞങ്ങൾ കുറച്ച് മുമ്പ് എത്തിയുള്ളൂ ചാച്ച. ഞങ്ങൾ വന്നു, ഒന്ന് ഫ്രഷായി, ഞങ്ങൾ ഡിന്നർ കഴിച്ചു. ഇവിടെ ദേ ഞാനും അലീനയും കൂടിയും ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ്. എന്താണ് അപ്പച്ചനും മോളും കൂടി അവിടെ പരിപാടി? രണ്ടുപേരും ഒരേ പെഗ്ഗൊക്കെ അടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? പിന്നെ ചാച്ചന് എപ്പോഴും ഈ ഒരു ചിന്ത മാത്രമുള്ളൂ. പിന്നല്ലാണ്ട് നീയെ ബാൽക്കണി പോയിരിക്കുന്നത് എന്നാത്തിനാന്നാ? അതെന്താ ചാച്ച, എപ്പോഴും ഡ്രിങ്ക്സ് കഴിക്കാൻ വേണ്ടി മാത്രമാണോ ഒരാൾ ബാൽക്കണി വന്നിരിക്കുന്നത്? എല്ലാവരുടെ കാര്യവും എനിക്കറിയത്തില്ല, ഞാൻ നിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്നാലേ ഞാനും അലീന കൊച്ചും കൂടിയും ചുമ്മാ സംസാരിച്ചു കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നതാ. അല്ലാതെ ചാച്ചൻ വിചാരിക്കുന്ന പോലെ ഡ്രിങ്ക്സും കഴിച്ചിരിക്കുകയൊന്നുമല്ല ഇവിടെ. ഞാനേ വൈകുന്നേരമായിട്ട് നിങ്ങളെ കാണാതായപ്പോൾ വിചാരിച്ചു നിങ്ങൾ വെളുപ്പിനെ എന്നെ ഒഴിവാക്കി പോയതല്ലേ, അതോടുകൂടി നിങ്ങൾ എന്നെ തീർത്തും അങ്ങ് ഉപേക്ഷിച്ചു എന്ന്. നീ എന്നോട് വന്ന് കൂട്ടിക്കൊണ്ട് പോവാമെന്നോ ചാച്ചൻ എന്നെ വിളിച്ചാൽ മതി, അപ്പോഴേക്കും ചാച്ചൻ അങ്ങ് എത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച് പോയതാണല്ലോ. സമയത്തായിട്ടും കാണാതായപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ഈ ചില കാർന്നന്മാരൊക്കെ ഈ മക്കളെ വീട്ടിൽ നിർത്താൻ താല്പര്യമില്ലാണ്ടാവുമ്പോൾ ഈ അമ്പലനടയിലും പള്ളിനടയിലൊക്കെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതുപോലെ അനിയൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടുവന്ന് അങ്ങ് അവസാനിപ്പിച്ച് നീ അങ്ങ് പോയിന്നാണ് ഞാൻ വിചാരിച്ചത്. ആ, ചാച്ചന് അല്ലെങ്കിലും ആ വക ചിന്തകൾ മാത്രമേ ഉള്ളൂല്ലോ. ഈ കൊണ്ടുപോയി ഉപേക്ഷിച്ച് കളയുക, വൃദ്ധസദനത്തിലും അനാഥാലയത്തിലും ഉപേക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെയാണല്ലോ ചാച്ചൻ്റെ ചിന്ത. അതെന്നതാടാ നീ അങ്ങനെ ഒരു വർത്താനം? ചാച്ചനിപ്പോൾ പറഞ്ഞ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ഓ അങ്ങനെ. എന്തായാലും നാളെ രാവിലെ തന്നെ ഞാനങ്ങ് എത്തിയേക്കാം. അലീന കൊച്ചിനോട് പറഞ്ഞേക്കേ ഞാൻ നാളെ രാവിലെ അങ്ങ് എത്തിയേക്കാന്ന്. ആ, അവൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ചാച്ചനെ വിളിച്ചത്. നാളെ രാവിലെ തന്നെ ചാച്ചനോട് ഇങ്ങ് വരാൻ പറയാം. ശരിയെന്നാ, നിങ്ങൾ വെച്ചോ. കൊച്ചിനോടേ എൻ്റെ ഒരു ഗുഡ് നൈറ്റും കൂടി പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ചാച്ചൻ കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ ചാച്ചൻ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ അലീനയോട് സ്റ്റാൻലി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നമ്മളിങ്ങ് വരാൻ പറയുന്നതിന് മുമ്പേ തന്നെ ചാച്ചനിങ്ങ് എത്തിക്കോളാമെന്ന് പറഞ്ഞൂല്ലേ പപ്പ? അതെ, ചാച്ചനിങ്ങ് എത്തട്ടെ, നമുക്കേ നാളെ തന്നെ ഇതിനൊരു തീർപ്പുണ്ടാക്കിയേക്കാമെന്ന് പറയുന്നുണ്ട്. നീ എന്തായാലും ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞ് അലീനയെ ഉറങ്ങാനായിട്ട് വിടുകയാണ് സ്റ്റാൻലിയും അവിടെ ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ഒരേന്നായിട്ട് വീണ്ടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറേ സമയങ്ങൾക്ക് ശേഷം സ്റ്റാൻലിയും വന്ന് കിടന്നുറങ്ങുകയാണ്. പറഞ്ഞതുപോലെ തന്നെ ഇവരാരും പ്രതീക്ഷിക്കാതെ തന്നെ അതിരാവിലെ തന്നെ നേരം പുലർന്നപ്പോഴേക്കും ചാച്ചൻ ഇങ്ങെത്തിയായിരുന്നു. അലീന അതിരാവിലെ എഴുന്നേറ്റ് ഒരേ മോർണിംഗ് കോഫി ഇട്ടപ്പോഴേക്കും വീട്ടിലേക്ക് ചാച്ചൻ്റെ വരവ്. അലീന ഉടനെ തന്നെ ചാച്ചനോട് ചോദിക്കുന്നുണ്ട്, ചാച്ചനപ്പോൾ ഇത് എപ്പോഴാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്? ഏകദേശം 1.5 മണിക്കൂർ വേണ്ടേ അവിടെ നിന്ന് എത്താൻ? ഞാൻ എന്ത് പുറപ്പെട്ടു എന്ന്? ഞാൻ അവിടെ നിന്ന് ഒരു 5 മണിക്ക് പുറപ്പെട്ടു. ഇവിടെ ദേ 6:15 ഞാൻ എത്തി. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളടുത്ത് ഞാൻ അതിരാവിലെ തന്നെ എത്തിയേക്കാന്ന്. എന്നാൽ ചാച്ചൻ ഇരിക്കെ, ചാച്ചൻ്റെ സ്പെഷ്യൽ കോഫിയും കൂടി ഞാൻ അങ്ങിട്ടേക്കാന്ന് അലീന പറയുകയാണ്. അലീന പപ്പയ്ക്കും ചാച്ചനും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും കൂടി കോഫിയൊക്കെ എടുത്ത് വരുന്നുണ്ട്. ചാച്ചന് കോഫി കൊടുത്തിട്ട് അവൾ തൻ്റെ പപ്പയ്ക്കുള്ള കോഫിയുമായിട്ട് സ്റ്റെയർ കയറി മുകളിലേക്ക് ചെല്ലാണ്. തൻ്റെ പപ്പയോടായിട്ട് പറയുന്നുണ്ട്, ചാച്ചൻ വാക്ക് പാലിച്ചു. ചാച്ചൻ അങ്ങ് വെളുപ്പാങ്കാലത്ത് തന്നെ ദേ വന്ന് താഴെ ഇരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സ്റ്റാൻലി അലീനയെ കളിയാക്കുന്നുണ്ട്. അതേ, ഈ വരവിൻ്റെ ഉദ്ദേശമൊന്നും വേറൊന്നുമല്ല, ചിന്നമ്മയെ കാണാനിരിക്കാൻ മേലാഞ്ഞിട്ടാ. മതി പപ്പ, എപ്പോൾ നോക്കിയാലും പാവം ചാച്ചനെ. എടി ഉള്ളതാടി ഞാൻ പറയുന്നേ, നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നും നീ എൻ്റെ മകളല്ലായിരിക്കും, ആ ബാലചന്ദ്രൻ വന്ന് എന്തെങ്കിലും നുണ പറയുമ്പോഴേക്കും അതൊന്നും വിശ്വസിക്കരുത്, നീ ഒരു പട്ടാളക്കാരനല്ലേ, നീ ഒരു മണ്ടനാവരുത് എന്നൊക്കെ പറഞ്ഞ് എന്തൊരു വീരവാദം മുഴക്കിയ ആളാണ്. എന്നെ പറ്റിച്ചാലും ചാച്ചനെ പറ്റിക്കാൻ പറ്റത്തില്ലെന്നായിരുന്നു ചാച്ചൻ്റെ വലിയ ഡയലോഗ്. ബാലചന്ദ്രൻ നിന്നെക്കുറിച്ച് വന്ന് പറഞ്ഞപ്പോഴും
അദ്ദേഹം പറഞ്ഞ കഥകളെ എനിക്ക് തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. പിന്നെ വളരെ ജെനുവിനായ ഒരു മനുഷ്യൻ വന്ന് എന്നോടിങ്ങനെ ഒരു കഥ, ഒരു കള്ളക്കഥ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പറയേണ്ട ആവശ്യമുണ്ടെന്നും എനിക്കും തോന്നിയില്ല. ഞാനത് സത്യം പറഞ്ഞാൽ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചു. ചാച്ചൻ പറഞ്ഞ പോലെ തന്നെ മണ്ടനായിട്ടാണോ അതോ അതിൽ സത്യമുണ്ടെന്ന് അപ്പോഴേ തോന്നിയിട്ടാണോ എന്നറിയില്ല. പക്ഷേ ചാച്ചൻ പറഞ്ഞപ്പോൾ മാത്രമാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം തോന്നിയത്. നിന്നെ വന്നത് കണ്ടപ്പോഴേ ഞാൻ ഫ്ലാറ്റായല്ലോ. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു ചാച്ചനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് മറ്റൊരു തെളിവും വേണ്ടെന്ന്. അതുകൊണ്ടാണ് അന്ന് നിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ചാച്ചൻ്റെ ഫോണിലേക്ക് ഞാൻ അപ്പം തന്നെ അയച്ചത്. പിന്നെ ചാച്ചനെ ഒന്നും പറയാൻ നിവർത്തിയില്ലല്ലോ. ചാച്ചൻ്റെ ചിന്നമ്മ തന്നെയല്ലേ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതെന്ന് സ്റ്റാൻലിയും പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ചാച്ചനോട് എങ്ങനെയാ പപ്പ നമ്മളിതൊക്കെ ചോദിച്ചു തുടങ്ങുക? അതൊക്കെ നീ സമാധാനപ്പെട്ടിരിക്കേ. നമുക്കിപ്പോൾ തൽക്കാലം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ നോക്കാം. എന്നിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ചാച്ചൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് സംസാരിക്കാം. കൂടുതൽ പ്ലാനിങ് ഒന്നും നടത്തി വെച്ചിട്ട് ഒരു കാര്യവുമില്ല അലീന. അത് പറയാനുള്ളത് ആ സമയത്ത് എന്തായാലും നമുക്ക് പറയാൻ തന്നെ പറ്റുന്നേ. അങ്ങനെ നീ വിചാരിച്ചാൽ മതി. നീ പോയി എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെക്കാൻ നോക്ക്. എന്തായാലും ചാച്ചനും കൂടി വന്നതല്ലേ എന്ന് പറഞ്ഞ് അലീനയെ പറഞ്ഞു വിടുകയാണ്. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ചാച്ചനും അലീനയും സ്റ്റാൻലിയും കൂടി സംസാരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചാച്ചനപ്പോൾ ഇവർ സംസാരിച്ച് തുടങ്ങുന്നത് എന്താണെന്നുള്ളൊരു ഊഹമൊന്നുമില്ല. എന്നത്തെയും പോലെ കുടുംബവിശേഷങ്ങളൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. സ്റ്റാൻലി അപ്പോൾ ചാച്ചനോട് ചോദിക്കുന്നുണ്ട്, റാണിമോൾ എന്തെടുക്കുന്നു ചാച്ച? അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പോൾ അവൾ ഉഷാറായിട്ട് തന്നെ ഇരിക്കല്ലേന്ന്. അപ്പോൾ സ്റ്റാൻലിയോട് ചാച്ചൻ പറയുന്നുണ്ട്, അവളിപ്പോൾ ഉഷാറാടാ. അലീന കൊച്ച് വന്നു പോകുന്നതിന് ശേഷം അവളിപ്പോൾ വലിയ സന്തോഷത്തിലൊക്കെ തന്നെയാണ്. അവൾ കൊച്ചുങ്ങളായിട്ടുള്ള കളിയും ചിരിയും ഇടയ്ക്ക് പുറത്തൊക്കെ പോയി അവിടെ ഗാർഡനിലൊക്കെ നടക്കുന്നൊക്കെയുണ്ട്. അവൾക്കിപ്പോൾ വലിയ കുഴപ്പമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സ്റ്റാൻലി എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലി അപ്പോൾ ചാച്ചനോടായി ചോദിക്കുകയാണ്, ചാച്ച ഇനിയും അവളുടെ കാര്യത്തിൽ ഇങ്ങനെ നമ്മളൊരു തീരുമാനവും എടുക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയാണെന്ന് ചാച്ചന് തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ സ്റ്റാൻലിയോടായിട്ട് ചാച്ചൻ ചോദിക്കുകയാണ്, നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ച് തന്നെ പറയ്. നീ ഉദ്ദേശിക്കുന്നത് ടോണിയുമായിട്ട് അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണോ, അല്ലെങ്കിൽ ടോണിയിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിയിട്ട് അവളെ മറ്റൊരു വിവാഹം കഴിക്കുന്ന കാര്യമാണോ എന്ന്. ചാച്ചൻ ഇത് പറഞ്ഞപ്പോഴേക്കും സ്റ്റാൻലിക്ക് അങ്ങ് ദേഷ്യം വന്നു. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ചാച്ചൻ എത്ര നിസ്സാരമായിട്ടാണ് ടോണിയുമായിട്ടുള്ള വിവാഹ ബന്ധം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ടും അവളുടെ ജീവിതത്തിൽ മറ്റൊരാളെ കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടുമൊക്കെ പറയുന്നത്. ഇത്രയ്ക്കൊക്കെ നിസ്സാരമായിട്ടാണോ ചാച്ചനൊരു ജീവിതം കാണുന്നത്? ചാച്ച, അവൾ ഒരു പ്രശ്നത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഇപ്പോഴും റിക്കവറായി വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡ്രോമയും അവൾക്ക് കൊടുക്കണം എന്നാണോ ചാച്ചൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെല്ലാവരും വരുത്തി വെച്ചത് തന്നെയാണ് ആ കുട്ടി ഇപ്പോഴും അനുഭവിക്കുന്നത്. ചാച്ചൻ അപ്പോഴും മനസ്സുകൊണ്ട് പോലും ഒന്ന് ചിന്തിച്ചു നോക്കുന്നില്ല. അവളുടെ ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരണമെന്നും ആ കുഞ്ഞിനെ റാണിമോൾക്ക് തിരിച്ചു കൊടുക്കണമെന്നും. ഞാൻ ഉദ്ദേശിച്ചത് അതിനെക്കുറിച്ചാണ് ചാച്ച. ഇത് കേട്ടതും ചാച്ചൻ ഒന്ന് ഉറക്കെ ചിരിച്ചു. എന്നിട്ട് ചാച്ചൻ ചോദിച്ചു, നീ എന്ത് വിഡ്ഢിത്തരമാണ് സ്റ്റാൻലി നീ ഈ പറയുന്നത്? ഞാൻ എവിടെ നിന്ന് ആ കുഞ്ഞിനെ കൊണ്ടുവരണമെന്ന്? അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞ് എവിടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കേ. ആ കുഞ്ഞിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ കുഞ്ഞിനെ ഞാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി വിട്ടത് തന്നെ എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതെൻ്റെ മകളുടെ ഭാവി ഓർത്തിട്ടാണ്. കൊള്ളാം ചാച്ചൻ ഈ പറഞ്ഞ ഭാവി. ഇത്രയും കാലം 2-3 വർഷങ്ങളോളം ആ മുറിയിൽ ഭ്രാന്തിയെ പോലെ കിടന്ന് അലറി വിളിച്ചതാണോ ചാച്ചൻ ഉദ്ദേശിച്ച ആ ഭാവി? അല്ലെങ്കിൽ ആ മുറിയുടെ വാതിലൊന്ന് തുറക്കുമ്പോഴേക്കും പുറത്തേക്ക് അലറി വിളിച്ച് ഓടുന്നതോ? എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് നീയാണോ എന്ന് ചോദിച്ച് ഓരോരുത്തരുടെയും ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നതോ? ഇതൊക്കെയാണോ ചാച്ചൻ ഉദ്ദേശിച്ച് ഈ ഭാവി? അല്ല, ഞാൻ അവളുടെ ഈ ഭാവിയെക്കുറിച്ച് ഇത്രയും കാലത്തിനിടയ്ക്ക് കണ്ടിട്ടില്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ് ചാച്ചൻ ഉദ്ദേശിച്ച ഭാവി അതായിരുന്നു എന്ന്. ചാച്ചനെ തിരിച്ച് സ്റ്റാൻലിയോട് എന്ത് പറയണമെന്നറിയാതെയായി. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന അലീന ചാച്ചനോടായി ചോദിക്കുന്നുണ്ട്, ചാച്ചന് ഞങ്ങൾ ഇന്നലെ എവിടെയാണ് പോയതെന്നറിയാമോ? ചാച്ചനോട് പറയാതെ മനഃപൂർവ്വം തന്നെയായിരുന്നു ഇന്നലത്തെ ആ യാത്ര.
ചാച്ചൻ പോരാമെന്ന് പറഞ്ഞപ്പോഴും ചാച്ചനെ ഒഴിവാക്കി വിട്ടതിൽ വലിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എവിടേക്കാണ് പോകുന്നതെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും ചാച്ചൻ ഞങ്ങളുടെ കൂടെ വരില്ലെന്നും ചിലപ്പോൾ പാതി വഴിയിൽ നിന്നും ചാച്ചൻ ഇറങ്ങിപ്പോകുമെന്നും ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ചാച്ചനെ കൊണ്ടുപോവാതെ ഞങ്ങൾ പോയത്. ചാച്ചന് ഓർമ്മയുണ്ടോ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ജീവിതകഥകളൊക്കെ പറഞ്ഞത്? എനിക്കൊരനിയത്തിയുണ്ടെന്നും അവളെ മറ്റൊരു ആക്കിയിരിക്കുകയാണെന്നൊക്കെ, അവർ ദത്തെടുത്ത് അവളെ വളർത്തുകയാണെന്നൊക്കെ പറഞ്ഞത് ചാച്ചൻ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. നീ പറഞ്ഞല്ലോ, ഒരു രേവതിക്കുട്ടിയല്ലേ, ആ കുട്ടിയുടെ കാര്യം നീ പറഞ്ഞിരുന്നു. ആ കുട്ടിയെ ചാച്ചൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ എങ്ങനെ കാണാനാണ്? നീ ഇവിടെ കൊണ്ടുവന്നാലല്ലേ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിൻ്റെ സഹോദരനായ രോഹിത്ത് ഇവിടെ വന്നതുകൊണ്ടാണ് ഞാൻ അവനെ കണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ അവനെയും ഞാനെങ്ങനെ കാണാനാണ് കുഞ്ഞെ? നീ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? എങ്കിൽ ചാച്ച, നിങ്ങളവളെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരുപക്ഷെ എനിക്ക് മുന്നേ അവൾ വരികയും ചെയ്തു. ചാച്ചന് അലീന പറയുന്നതൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. കാരണം പരസ്പരം ബന്ധമില്ലാത്ത ഒരേ കാര്യങ്ങളാണ് അലീന പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ചാച്ചൻ ചിന്തിക്കുന്നത്. സ്റ്റാൻലി റാണിമോളെക്കുറിച്ച് പറയുന്നതിനിടയിൽ കയറി രേവതിക്കുട്ടിയുടെ കാര്യം പറയുന്നു, ഞങ്ങൾ ഇന്നലെ പോയതിനെക്കുറിച്ച് പറയുന്നു. ഇതൊന്നും തമ്മിൽ കണക്റ്റ് ആവുന്നില്ലെന്നായിരുന്നു ചാച്ചൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ അലീന പറയുകയാണ്, ഞങ്ങൾ ഇന്നലെ അവളെ കാണാനാണ് ചാച്ച പോയതെന്ന്. എന്നിട്ടാണോ നീ എന്നെ ഒഴിവാക്കി വിട്ടത്? അവളെ കാണാൻ പോകുന്നത് എന്തിനാണ് മോളെ ഞാൻ ഇടയിലുള്ള വഴിയിൽ ഇറങ്ങിപ്പോകുന്നത്? അവൾ ആരുടെ വീട്ടിലാണുള്ളതെന്ന് ചാച്ചനെ അറിയാമോ? ചാച്ചൻ പിന്നെ ഒന്നും തന്നെ തിരിച്ച് പറയുന്നില്ല. കാരണം അലീന സംസാരിച്ച് വരുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് ചാച്ചൻ ഒന്നും തന്നെ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ. വീണ്ടും അലീന തന്നെ തുടരുകയാണ്, ചാച്ച അവളുള്ളത് മാമച്ചായൻ്റെയും ഗ്രേസമ്മാൻ്റെയും കൂടെ എറണാകുളത്താണ്. മാമച്ചായനെ ചാച്ചൻ മറന്നിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോഴേക്കും ചാച്ചൻ്റെ മുഖഭാവം ആകെ മാറി. എടാ സ്റ്റാൻലി, നീ ഇന്നലെ ആ എറണാകുളത്തുകാരുടെ വീട്ടിൽ പോയോ? അത് തന്നെയല്ലേ ചാച്ച അലീന പറഞ്ഞു വരുന്നത്? ചാച്ചൻ അത് മുഴുവൻ കേട്ടാലും. ഞാൻ നിന്നോടാണ് ചോദിച്ചത്, നീ ഇന്നലെ അവരുടെ വീട്ടിൽ പോയോ എന്ന്. അതേ ചാച്ച, ഞാൻ ഇന്നലെ അലീനയ്ക്കും രോഹിത്തിനുമൊപ്പം ആ വീട്ടിൽ പോയി. അവിടെയുള്ളവരെ നേരിൽ കണ്ട് സംസാരിച്ചു. ചാച്ചനും എൻ്റെ കുടുംബത്തിനും വേണ്ടി അവരോട് മാപ്പ് പറഞ്ഞു. നിനക്ക് നാണമില്ലേ സ്റ്റാൻലി? നിൻ്റെ ചിന്തകളൊക്കെ മരവിച്ചു പോയോ? നിൻ്റെ ബുദ്ധിയൊക്കെ നശിച്ചു പോയോ? ഒരു പട്ടാളക്കാരനായി വിരമിച്ച് ഒരു കേണൽ പദവിയിൽ നിന്നും വിരമിച്ചു വന്ന നിനക്ക് നാണവും മാനവുമൊക്കെ നഷ്ടപ്പെട്ടോ സ്റ്റാൻലി? നീ ആരുടെ വീട്ടിൽ പോയി ആരുടെ മുമ്പിലാണ് ഞങ്ങൾക്ക് വേണ്ടി മാപ്പപേക്ഷിച്ചതെന്ന് നിനക്ക് വല്ല ചിന്തയുണ്ടോ? എൻ്റെ മകളുടെ ജീവിതം തകർത്തവരാണവർ. ചാച്ചനല്ലേ ഇപ്പോൾ ബുദ്ധിയും ബോധവും ഇല്ലാത്ത പോലെ സംസാരിക്കുന്നത്? അവരെങ്ങനെയാണ് ചാച്ച നമ്മുടെ റാണിമോളുടെ ജീവിതം തകർത്തത്? ചാച്ചൻ ഈ പറഞ്ഞ ബുദ്ധിയും ബോധവും ഒരല്പമെങ്കിലും ചാച്ചനുണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ചാച്ചൻ ബോധപൂർവം റാണിമോളുടെ കാര്യങ്ങൾ ചിന്തിച്ചെടുത്തിരുന്നുവെങ്കിൽ, അതല്ല എൻ്റെ വാക്ക് ചാച്ചൻ കേട്ടിരുന്നുവെങ്കിൽ, എന്തെന്ന് വെച്ചാൽ ആ കുഞ്ഞിനെ അവർക്ക് നൽകാമായിരുന്നു. അവരുടെ പേരക്കുഞ്ഞാണ് റാണിമോള് പ്രസവിച്ചതെന്ന് നല്ല ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം റാണിമോളെ പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരു പയ്യനാണ് ഇന്ന് അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരുന്നതെങ്കിൽ ഈ 3 വർഷക്കാലം അവളായ മുറിയിൽ ഭ്രാന്തിയെപ്പോലെ കിടക്കേണ്ടി വരുമായിരുന്നു. ഇപ്പോഴും ചാച്ചൻ സംസാരിക്കുന്നത് ചാച്ചൻ ചെയ്തു വെച്ചതെല്ലാം ശരിയാണെന്ന ഭാവത്തിലാണ്. അവളുടെയും ആ പയ്യൻ്റെയും വിവാഹം വീട്ടിലെല്ലാവരും കൂടി തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരുന്നതാണ്. അതിനുശേഷം അവൾ പ്രഗ്നൻ്റ് ആവുകയും ആ പയ്യൻ മരിച്ചതുമൊക്കെ വിധിയായിരുന്നു ചാച്ച. ആ വിധിയെ തോൽപ്പിക്കാനാണ് ചാച്ചൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു? ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹം ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവാൻ ഇറങ്ങി. സ്റ്റാൻലി അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. ചാച്ചന് പോവാനായിട്ടില്ല. എനിക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചിട്ടും അറിഞ്ഞിട്ടും തന്നെ ചാച്ചൻ ഇവിടുന്ന് പോയാൽ മതിയെന്ന് സ്റ്റാൻലിയും കർശനമായി തന്നെ പറഞ്ഞു. ഇത് കേട്ട ചാച്ചൻ സ്റ്റാൻലിയോടായി ചോദിച്ചു, എന്നെ തടുക്കാൻ മാത്രം വളർന്നോ നീ? എന്നു മുതലാ നിനക്ക് ഈ ധൈര്യമൊക്കെ വന്നതെന്ന് സ്റ്റാൻലി ചാച്ചനോടായി പറയുകയാണ്. ചാച്ച, ഞാനങ്ങനെ ചാച്ചനെ തടുത്തതല്ല. പക്ഷേ ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ
അതിനെക്കുറിച്ച് മറുപടി പറയാതെ എഴുന്നേറ്റ് പോകുന്നത് മര്യാദയല്ലെന്ന് പറഞ്ഞതാണ്. അങ്ങനെ ചാച്ചന് പോവാനും കഴിയില്ല. കാരണം എനിക്കറിയണം ആ കുഞ്ഞിനെ കുറിച്ചിട്ട്. ഞാനിനി അതിനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ചാച്ച. ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് മാമച്ചായനും ഗ്രേസമ്മയ്ക്കും നൽകാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ചാച്ചന് സ്റ്റാൻലിയെ അറിയാമല്ലോ. സ്റ്റാൻലി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യും ചാച്ച. അതിനെനിക്ക് ചാച്ചൻ്റെ സഹായം കൂടിയേ തീരൂ. ചാച്ചൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. ചാച്ചനോട് ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്താവിനെ ഓർത്ത്, നമ്മുടെ റാണിമോളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ചാച്ചൻ എൻ്റെ വാക്ക് തള്ളിക്കളയരുത്. ഇനിയെങ്കിലും. നമ്മളാരും പ്രതീക്ഷിക്കാതെയല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് അലീന കടന്നു വന്നത്. അതുപോലെ ആ കുഞ്ഞിനും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ചാച്ചനാണ് ആ അവകാശങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ചാച്ചൻ ഒരാൾ മാത്രം. ചാച്ച, ഞാൻ ഉദ്ദേശിക്കുന്നത് റാണിമോളുടെ ജീവിതത്തിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെയും അവളെയും നമ്മളുടെ ഒപ്പം നിർത്തി അവളുടെ ജീവിതം അതോടുകൂടി അവസാനിപ്പിക്കണമെന്നൊന്നുമല്ല. ടോണിക്ക് ഇപ്പോഴും അവളെ ഇഷ്ടമാണ്. അന്ന് നമ്മളെല്ലാവരും ടോണിയോട് ചെയ്തത് ന്യായമാണെന്ന് ചാച്ചൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതൊക്കെ അറിഞ്ഞപ്പോൾ ഏതൊരാൺകുട്ടിയെയും പോലെ തന്നെ അവനും പ്രതികരിച്ചു എന്ന് മാത്രം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ചാച്ച. കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണത്. ഇപ്പോഴും നമ്മൾ അവൻ്റെ മുമ്പിൽ ഒരു മാപ്പ് അപേക്ഷിച്ച് നമ്മൾ ചെയ്തു പോയ തെറ്റിന്, റാണിമോള് അറിയാതെ ചെയ്തു പോയ തെറ്റിന് ഒരിക്കൽ പോലും നമ്മൾ അവൻ്റെ മുമ്പിൽ മാപ്പ് അപേക്ഷിച്ചിട്ടില്ല. അവൻ ഓരോ തവണ വരുമ്പോഴും ചാച്ചൻ അവനെ അധിക്ഷേപിച്ച് പറഞ്ഞയക്കുക മാത്രമാണ് ഇപ്പോഴും ചെയ്യുന്നത്. അവന് റാണിമോളെ വേണ്ടായിരുന്നുവെങ്കിൽ എന്നെ അവൻ ഡിവോഴ്സിന് തയ്യാറായി മറ്റൊരു വിവാഹം കഴിക്കേണ്ടതായിരുന്നു ചാച്ച. ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ കുഞ്ഞിനെ മാമച്ചായനും ഗ്രേസമ്മയ്ക്കും തിരിച്ചു കൊടുക്കാനും റാണിമോൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോയി ആ കുഞ്ഞിനെ കാണാനുമുള്ള ഒരു അവകാശം നമ്മൾ കൊടുത്താൽ, ടോണിയോടും കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇതിനെല്ലാത്തിനും പോംവഴി ഉണ്ടാവും ചാച്ച. അവരുടെ ജീവിതവും നല്ല രീതിക്ക് പോകും. ഒരു കുഞ്ഞിൻ്റെ ശാപവും നമ്മുടെ തലയിൽ വന്ന് കിടക്കത്തുമില്ല. പണ്ട് കുഞ്ഞിരാമൻ ചെയ്ത തെറ്റ് അദ്ദേഹത്തിൻ്റെ മരണശയ്യയിൽ കിടന്നിട്ടാണ് അദ്ദേഹം തിരുത്തിയത്. 23 വർഷക്കാലം അനാഥത്വം സ്വീകരിച്ചു കഴിഞ്ഞ അലീനയ്ക്ക് അപ്പോഴല്ലേ ചാച്ച മോചനം കിട്ടിയത്. അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഒരു 4 വയസ്സായ കുട്ടിയെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ചാച്ചൻ എന്താണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും പറയാതെ നിൽക്കുന്നത്? സ്റ്റാൻലി പറയുന്ന ഓരോ വാക്കുകളും അതിശയത്തോടെ കേട്ട് നിൽക്കുകയായിരുന്നു അലീന. എന്നാൽ ചാച്ചൻ മാത്രം ഇതിനൊന്നും മറുപടി തിരിച്ച് പറയുന്നുണ്ടായിരുന്നില്ല. ചാച്ചനോടായി സ്റ്റാൻലി ഒരിക്കൽ കൂടി ചോദിച്ചു, ഞാൻ പറഞ്ഞതൊന്നും ചാച്ചൻ ഇപ്പോഴും മനസ്സിലാവാഞ്ഞിട്ടാണോ, അതോ ചാച്ചൻ്റെ വാശി മാത്രമേ ഇനിയും നടക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണോ എന്ന്. ഇത് കേൾക്കുന്ന ചാച്ചൻ മറുത്ത് സ്റ്റാൻലിയുടെയും അലീനയുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, മരിച്ചുപോയ കുഞ്ഞിനെ ഞാൻ എവിടെ നിന്നാണ് നിങ്ങൾ ഈ പറഞ്ഞ കഥയിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരേണ്ടത്? അതിനുള്ള ദിവ്യശക്തിയൊന്നും എനിക്ക് കർത്താവ് തന്നിട്ടില്ല. ഇത് കേട്ടതും സ്റ്റാൻലിയും അലീനയും ഞെട്ടിത്തരിച്ച് നിന്നുപോയി. ഒരിക്കലും ചാച്ചൻ്റെ നാവിൽ നിന്നും ഇങ്ങനെയൊരു വാർത്ത അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ത് പറയണമെന്ന് പോലും അറിയാതെ അവിടമാകെ നിശബ്ദമായി. തുടർക്കഥയുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.